प्रिय बच्चे, आप कैसे हैं? सभी ठीक है ना? ओके। पिछले कक्षा कैसे लगा? കഴിഞ്ഞ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? സബീനെ अच्छी तरह പാഠഭാഗ് പഠായാം? പഠാ? എല്ലാവരും നല്ല രീതിയിൽ പാഠഭാഗങ്ങൾ വായിച്ചോ? ओके। पिछले कक्षा में गुलमोहर, मीना के गुलमोहर पेड़ पर फूल नहीं आए, ओके, इसलिए पेड़ कटवाने को निश्चय किया। उस दुख से मीना ने बहुत उदास हो गया, അല്ലേ? ആ ദുഃഖം കാരണം ഉസ് ദുഃഖ സേ, ദുഃഖം കൊണ്ട് മീന വളരെയധികം ഉദാസ് ഹോക്കർ, ദുഃഖിതയായിട്ട് സോ ജാ രഹി, അല്ലേ, ഉറങ്ങാൻ പോകുന്നു. ഓക്കെ. पिछले दूसरे दिन, अगले दिन, नेक्स्ट डे मीना की माम ने उसको जगाती है. क्या बोलकर जगाती है? എന്ത് പറഞ്ഞിട്ടാണ് അമ്മ അവളെ ഉണർത്തിയത്? മീന മീന ഉടോ ഉടോ, മീന മീന എഴുന്നേൽക്ക് എഴുന്നേക്ക്, കുച്ച് ദിഖാവോ തോ, നിനക്ക് കാണിച്ചു തരാം എന്താണ്? സര ദേഖിയെ ഗുൽമോഹർ കാ പേടുക്കോ, നീ വന്നിട്ട് ഈ ഗുൽമോഹർ മരത്തെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു, അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, കഹാം ക്യാ മേ ആംഖെ മൽത്തെ ഹുയെ ദേഖ്നെ ലഖി. കഹാം എവിടെ? ഉറക്കത്തിലാണ് അവൾ. അപ്പോഴാണ് ഈ അമ്മയുടെ ഡയലോഗ്. അപ്പോൾ കഹാം എവിടെ? ക്യാ എന്താ? മേം ഞാൻ, ആംഖേം കണ്ണുകൾ, മൽത്തെ ഹുയെ ദേഖ്നെ ലഖി കണ്ണുകൾ ഇങ്ങനെ തിരുമ്മിക്കൊണ്ട്, കണ്ണ് തുറന്ന് ഉറക്കത്തിന് വിളിക്കുകയാണല്ലോ. നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട്, ഇഷ്ടമല്ലല്ലോ ഉറക്കത്തിന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ മീനയും കണ്ണുകളൊക്കെ തിരുമ്മിക്കൊണ്ട് എന്ത് ചെയ്തു? ദേഖ്നെ ലഖി നോക്കാൻ തുടങ്ങി. ധ്യാൻ സേ ദേഖോ, അല്ലേ? ഗുൽമോഹർ മരത്തിന് നേരെ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ വിചാരം എന്താണ്? ചിലപ്പോൾ അതിനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതിലാണ് അവൾ വന്നിട്ട് വേഗം കണ്ണുകളൊക്കെ തിരുമ്മിക്കൊണ്ട് ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കുന്നത്. ധ്യാൻ സേ ദേഖോ, ശ്രദ്ധയോടുകൂടി നോക്ക്, സൂക്ഷിച്ചു നോക്ക്. ഗുൽമോഹർ കെ പത്തോം കെ ബീച്ച്, ആ ഗുൽമോഹർ ഇലകളുടെ ഇടയിലൂടെ നോക്കൂ. ഫൂൽ പൂക്കൾ, ഗുൽമോഹർ പർ ഫൂലായേ ഹേ, ഗുൽമോഹറിൽ എന്തു വന്നു? പൂക്കൾ വന്നിരിക്കുന്നു. മേം ഖുഷീസെ നാച്ചിനെ ലഗി, ഞാൻ വളരെയധികം ഹാപ്പിയോടുകൂടി നാച്ചിനെ ലഗി, എന്ത് ചെയ്യാൻ തുടങ്ങി? ഡാൻസ് ചെയ്യാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദേക്കോ ദേക്കോ മാം മേ കെത്തിത്തീന, ദേക്കോ 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 നോക്കൂ നോക്കൂ, മാം അമ്മേ, മേ കെത്തിത്തീന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കി അതായത് ഈസ് ഗർമി മേം ഈ സമ്മറിൽ, മേരെ ഗുൽമോഹർ പർ എൻ്റെ ഗുൽമോഹറിൽ, ഫൂൽ ആയെങ്കിൽ പൂക്കൾ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മേം ബോലി ഞാൻ പറഞ്ഞു, മീന ബോലി മീന പറഞ്ഞു അമ്മയോട്. പെഹലി ബാർ ആയെ 500 साल 5 लाल फूल हरे हरे पत्तों में से जांग रहे थे, कितने सुंदर लग रहे थे. मैं भाग कर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई. അങ്ങനെ പെഹലി ബാർ ആയി ആദ്യ പ്രാവശ്യം വന്നത്, പൂക്കൾ വന്നത് എത്രണ്ണാണ്? 5 ഒരു 5-6 ലാൽ ഫൂൽ റെഡ് കളറുള്ള പൂക്കൾ, ഹരേ ഹരേ പത്തോമേം സേ ആ ഹരേ ഹരേ പത്തം, എന്താ ഹരേ ഹരേ പത്തം? പച്ച ഇലകളുടെ, സേ ഇലകൾക്കിടയിലൂടെ, ജാങ്ക് രഹേത്തെ ജാങ്കര മീൻസ് ടു പീപ്പ് എത്തി നോക്കുക. ആ ഇലകളിലൂടെ, പച്ച ഇലകൾക്കിടയിലൂടെ നമ്മുടെ റെഡ് കളറുള്ള നമ്മുടെ ഗുൽമോഹർ പൂക്കൾ എത്തി നോക്കി. അപ്പം ലാൽ ഹരേ ഹരേ പത്തിയോം കെ ബീച്ച് സേ ഗുൽമോഹർ കെ ലാൽ രംഗ് കാ ഫൂൽ ജാങ്ക് രഹേത്തെ, പച്ച പിടിച്ച ഇലകൾക്കിടയിലൂടെ നമ്മുടെ ഗുൽമോഹർ റെഡ് കളറുള്ള ഗുൽമോഹർ പൂക്കൾ എത്തി നോക്കിക്കൊണ്ടിരുന്നു. ഓക്കെ. കിത്തനെ സുന്ദർ ലഗ് രഹേത്തെ, അല്ലേ? കിത്തനെ എത്ര, സുന്ദർ ലഗ് രഹേത്തെ എത്ര മനോഹരമാണ് അതിനെ കാണാൻ. മേം ഞാൻ, ബാഗ് കർ എന്താ ബാഗിന? റണ്ണിങ്, അല്ലേ? ഓടുക. മേ ബാഗ് കർ ഞാൻ ഓടിയിട്ട്, നീച്ചെ താഴെ, ബഗീച്ചേ മേം ഗാർഡനിൽ, ഗയി പോയി ഞാൻ ഓടിയിട്ട് താഴെയുള്ള ഗാർഡനിൽ പോയി. और എന്നിട്ട് ഗുൽമോഹർ കെ പേട് സെ ലിപ്പട്ട് ഗയി, എന്താ ഗുൽമോഹർ കെ പേട് സെ പോയിട്ട് ഓടിച്ചെന്നിട്ട് സ്നേഹം കൊണ്ട് ഗുൽമോഹർ കെ പേട് സെ ഗുൽമോഹർ മരത്തെ ലിപ്പട്ട് ഗയി കെട്ടിപ്പിടിച്ചു.
കിത്തനി അച്ചി ബാത് ഹുയി ഇസ് ബേച്ചാരെ പർ ഫൂൽ ആ ഗയേ നിർമ്മൽ ബോലി. ഇത് കേട്ടപ്പോൾ, ഈ കഥകളൊക്കെ കേട്ടപ്പോൾ നിർമ്മൽ ബോലി, നിർമ്മൽ ചോദിക്കുകയാണ്, പറയുകയാണ്, കിത്തനി അച്ചി ബാത് ഹുയി, എത്ര നല്ല കാര്യം ഉണ്ടായത്. ഇസ് ബേച്ചാരെ പർ ഫൂൽ ആ ഗയേ, ഈ പാവത്തിൽ എന്തുണ്ട്, പൂക്കൾ വന്നു. പിछले रविवार कटे जाने वाले ये ഗുൽമോഹർ പേട് പർ ഫൂലായേ, കഴിഞ്ഞ പിന്നെ സൺഡേ മുറിച്ച് കളയേണ്ടിയിരുന്ന ഈ എന്താണ് മരത്തിൽ എന്ത് വന്നു, പൂക്കൾ വന്നൂല്ലേ. നിർമ്മൽ ബോലി, നിർമ്മൽ ചോദിച്ചു. हाँ मीना बोली, फिर माम भी बगीचे में आ गई. मैंने माम से कहा, माम मैं अपने गुलमोहर की 5वीं वर्षगांठ मनाऊंगी. मैं अपनी सहेलियों को दावत दूंगी. माम ने खुश होकर कहा, ज़रूर, यही गुलमोहर की छाया में दावत करो. अपनी सब सहेलियों को बुलाओ. हाँ ശരി, മീന ബോലി, ശരിയാണ്. എന്ത് ചെയ്തു, അന്തുമേ ഇസ് ബേച്ചാരെ പർ ബി ഫൂലായേ, അവസാനം നമ്മുടെ ഈ പാവത്തിൽ എന്ത് വന്നു, പൂക്കളുണ്ടായി അല്ലേ. ഹാം ശരിയാണ്, അതെ. മീന ബോലി, മീന പറഞ്ഞു. ഫിർ എന്നിട്ട് മാംബി അമ്മയും ബഗീച്ചേമേ ആകയി, അവൾ ആദ്യം പോയിട്ട്, മീന ആദ്യം പോയിട്ട് എന്ത് ചെയ്തു, സന്തോഷം കൊണ്ട് ഗുൽമോഹർ മരത്തെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് ആരും ചെന്നു അങ്ങോട്ട്. മാംബി ബഗീച്ചേമേ ആകയി, അമ്മയും ആ ഗാർഡനിലേക്ക് എത്തി. മേനെ മാംസേ കഹ, മേനെ ഞാൻ, മാംസേ കഹ അമ്മയോട് പറഞ്ഞു, മാം മേ അപ്പനെ ഗുൽമോഹർ കി, അമ്മയെ മേം ഞാൻ അപ്പനെ ഗുൽമോഹർ കി, എൻ്റെ ഗുൽമോഹറിൻ്റെ 5वीं വർഷഗാഡ്, 5th വർഷഗാഡ് മീൻസ് ബർത്ത്ഡേ, 5th ബർത്ത്ഡേ മനാവൂങ്കി, സെലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അമ്മയോട് അവൾ പറയുകയാണ്, ഞാൻ ഇതിൻ്റെ 5ാമത്തെ വർഷമാണല്ലോ ഇത് പൂവുണ്ടായത്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് അമ്മയെന്ന് പറഞ്ഞു. മേ അപ്പനി സഹേലിയോം കോ ദാവത് ദൂങ്കി, മേ ഞാൻ അപ്പനി സഹേലിയോം കോ എൻ്റെ ഫ്രണ്ട്സിനും ദാവത് ദൂങ്കി, ദാവത് മീൻസ് സദ്യ, നല്ലൊരു അടിപൊളി ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. ജരൂർ തീർച്ചയായിട്ടും, യഹീം ഗുൽമോഹർ കി ഛായാമേ, ഈ ഗുൽമോഹറിൻ്റെ ഛായാമേ തണലിൽ ദാവത് കരോ, നീ എന്ത് ചെയ്തോ, അവരെ ക്ഷണിച്ച് വരുത്തിയിട്ട് അവർക്ക് ട്രീറ്റ് കൊടുത്തോ. അപ്പനി സബ് സഹേലിയോം കോ ബുലാവോ, അപ്പനി നിൻ്റെ സബ് സഹേലിയോം കോ എല്ലാ ഫ്രണ്ട്സിനെയും കൂടിയും ബുലാവോ വിളിച്ചോളൂ. മീന ജബ് കഹാനി സുനാ ചുക്കീത്തോ, ഇതാണ് ഇത്രയും അമ്മ പറഞ്ഞു അവളെടുത്ത് അല്ലേ. എന്താ പറഞ്ഞത് മീനയുടെ അമ്മ? മീന മാംസേ കഹ, മീന അമ്മയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, മാം മേം ഈസ് പ്രീ ഗുൽമോഹർ കി 5वीं വർഷഗാഡ് മനാ രഹി ഹും, ഞാനിതിൻ്റെ ഈ നമ്മുടെ മനാവുങ്കി അല്ലേ, ഞാൻ ഈ നമ്മുടെ പ്രിയ ഗുൽമോഹറിൻ്റെ 5ാമത്തെ ജന്മദിനം ഞാൻ ആഘോഷിക്കട്ടെ. ഉ സമയം മാമിനെ ക്യാ കഹ, ആ സമയത്ത് അമ്മ എന്താ പറഞ്ഞത്, ജരൂർ തീർച്ചയായിട്ടും, തെരി സഹേലിയോം കോ ബി ബുലാവോ, നിൻ്റെ ഫ്രണ്ട്സിനെ കൂടി നീ വിളിച്ചോ. പിന്നെന്താണ്, ഇസ്കി ഛായാമേ ദാവത് കരോ, ഇതിൻ്റെ തണലിൽ നീ അവർക്ക് എന്ത് ചെയ്യോതോ, സദ്യ നൽകിക്കോളൂ. मीना जब कहानी सुना चुकी तो उसने गुलमोहर की तरफ देखा. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. മീന ജബ് കഹാനി, മീന തൻ്റെ കഥകൾ, തൻ്റെ ഗുൽമോഹറിൻ്റെ കഥകൾ സുനാ ചുക്കീത്തോ, മീന ജബ് കഹാനി സുനാ ചുക്കീത്തോ ഉസ്നെ ഗുൽമോഹർ കി തരഫ് തേക്ക, മീന കഥകളൊക്കെ സുനാ ചുക്കീത്തോ കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉസ്നെ അവൾ ഗുൽമോഹർ കി തരഫ് തേക്ക ഗുൽമോഹറിനെ ഒന്ന് നോക്കി. ഉസ്കോ ഐസാ ലക അവൾക്ക് ഇപ്രകാരം തോന്നി. എന്താ തോന്നിയത്? ജൈസെ എന്താ തോന്നിയത്? ഗുൽമോഹർ ബി ഗുൽമോഹർ അപ്പിനി കഹാനി തൻ്റെ കഥ സുൻത സുൻത കേട്ട് കേട്ട് മുസ്കുരാ രഹാത്ത പുഞ്ചിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. ഓക്കെ, ആജ് കി കക്ഷ കൈസെ ലഗാ? अच्छी लगा? अच्छी तरह मालूम है? ओके, इसको इस पाठभाग को कई बार पढ़ना है. ओके, इस पाठ से मीना की സവിശേഷത क्या है? മീനയുടെ പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? മീന
ഏക്ക് അച്ചി ലഡ്കി ഹെ, ഒരു നല്ല കുട്ടിയാണ് മീന അല്ലേ. പിന്നെ മീന ഇസ് ഗുൽമോഹർ പേടുക്കോ ബഹുത് അധിക് ചാത്തി തി അല്ലേ. ഈ നമ്മുടെ ഗുൽമോഹർ മരത്തെ വളരെയധികം അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഇസ്മേ സോച്തി ഹെ, അവൾ ചിന്തിച്ചിരുന്നു. ഇസ്പേ ഫൂൽ നെഹി മായേത്തോ, ഇതിൽ പൂക്കളൊന്നും വരുന്നില്ലെങ്കിൽ കൂടിയും ഇസ്കി പത്തേ ഡാലി ബഹുത് സുന്ദർ ഹെ, ഇതിൻ്റെ ഇലകളും കോമൽ കോമൽ പത്തേ, ഇതിൻ്റെ ഇലകളും അതുപോലെ ഡാലി അല്ലേ ശിഖരങ്ങളൊക്കെ വളരെ മനോഹരമാണ് എന്ന് അവൾ ചിന്തിക്കുന്നു. ഇത്നഹി നെഹി, ഇത് മാത്രമല്ല പിന്നെന്താണ്, ടണ്ടി ടണ്ടി ചായാബി ദേത്തി ഹെ, ഇത് വളരെയധികം നല്ല ഒരു തണൽ മരം കൂടിയാണ് ആകുന്ന ഇത് എന്ന് അവൾ ചിന്തിക്കുന്നു. ഓക്കെ, इसका साइड बॉक्स क्वेश्चंस. पहला क्वेश्चन पेज नंबर लिसन, देखिए पेज नंबर 14. फर्स्ट क्वेश्चन, मीना चुपके से गुलमोहर को कुछ और पानी दे आती, वह ऐसा क्यों करती है? मीना चुपके से, मीന രഹസ്യമായിട്ട് ഗുൽമോഹർക്കോ, ഗുൽമോഹറിനെ കുച്ച് ഓർ പാനി ദേ ആത്തി, കുറച്ച് വെള്ളം കൊടുന്ന് ഒഴിച്ചു കൊടുക്കും, ആരും അറിയാതെ അതിനെ നനയ്ക്കും. വ ഐസ ക്യോം കർത്തി ഹെ, അവൾ എന്തുകൊണ്ടാണ് ഐസ ഇങ്ങനെ ഇപ്രകാരം കർത്തി ഹെ ചെയ്യുന്നത്? കാരണം ക്യാ ഹെ, എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം, സൈലൻ്റ് ആയിട്ട് കൊടുക്കാൻ കാരണം, വെള്ളം കൊടുക്കാൻ കാരണം? മാലൂം ഹേ, ആപ്കെ മാലൂം ഹേ, നിങ്ങൾക്കറിയില്ലേ എന്താണ്? മീന ഈസ് ഗുൽമോഹർ പേടുക്കോ ബഹുത് അധിക് ചാത്തി ഹെ, നമ്മുടെ ഗുൽമോഹർ മരത്തെ അവൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഉസ്കി പ്രതീക്ഷ ഹെ, അവളുടെ പ്രതീക്ഷ എന്താണ്? അഗലി ഗർമി മേ ഇസ്മേ ഫൂൽ ജരൂർ ആയെങ്കിൽ, നെക്സ്റ്റ് സമ്മറിൽ കൂടി, അതിന് സമ്മർ ആകുമ്പോഴേക്കും ഇതിൽ പൂക്കൾ തീർച്ചയായിട്ടും വരും എന്നാണ്. ഇസ്ലിയെ മീന ചുപ്കെ സെ കുച്ച് ഓർ പാനി ദേ ആത്തി ഹെ, ആരും അറിയാതെ അവൾ എന്ത് ചെയ്യാറുണ്ട്, വെള്ളം ഒന്ന് കൊണ്ടുകൊടുക്കും, നനയ്ക്കും അതിനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ और इसकी जगह पर दूसरा गुलमोहर लगाओ, मांस के इस मनोभाव पर चर्चा करें. ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ, ഈ ഗുൽമോഹറിനെ കട്ട് ചെയ്തോളൂ. ഔർ ഇസ്കി ജഗ പർ, എന്നിട്ട് ഇതിൻ്റെ സ്ഥാനത്ത് ദൂസര ഗുൽമോഹർ ലഗാവോ, വേറൊരെണ്ണം നട്ടുപിടിപ്പിക്കണം. മാംകെ ഈസ് മനോഭാവ് പർ, അമ്മയുടെ ഈ ഒരു മനോഭാവത്തെക്കുറിച്ച് ചർച്ച കരേ, എന്ത് ചെയ്യണം, നമ്മളൊരു ചെറിയ ചർച്ച നടത്തണം. അപ്പോൾ എന്താ കാരണം? മാം കിസ്കെ ലിയേ ഈസ് പേട് ലഗാത്തി ഹെ, അമ്മ എന്തിനു വേണ്ടിയാണ് ഈ പൗദ ലഗാത്തി ഹെ, ഈ ചെടി ഇവിടെ കൊണ്ടുവന്നിച്ചത്? ഹാ മാം फूल के लिए, गुलमोहर की सुंदर फूल के लिए पेड़ लगवाई അല്ലേ, മരം ചെടി നട്ടത്. ലേക്കിൻ അബി ബി ഇസ്മേ കോയി ഫൂൽ നെഹിമായ, ഇപ്പോഴും അതിലെന്തുണ്ടായില്ല, പൂക്കളൊന്നും വന്നില്ല. ഇസ്ലിയെ മാമിനെ നിശ്ചയിക്കുക, അത് കാരണം അമ്മ നിശ്ചയിച്ചു. ഈസ് ഗുൽമോഹർ പേട് കട്ട്വാനേക്കോ, ഈ ഗുൽമോഹർ മരം നട്ടുപിടിപ്പിക്കാൻ അമ്മ തീരുമാനിച്ചു. ഇസ്കെ ജഗ പർ ദൂസരെ ഗുൽമോഹർ ലഗ്വാനെ കോബി അല്ലേ, ഇതിൻ്റെ സ്ഥാനത്ത് വേറൊരു ഗുൽമോഹർ മരം ചെടി നട്ടുപിടിപ്പിക്കാൻ കൂടി അമ്മ തീരുമാനിച്ചു. ഫസലീമേ മാം കിസ്കെ ലിയേ പൗദ ലഗ്വായേ, എന്തിനാണ് യഥാർത്ഥത്തിൽ അമ്മ ഈ ചെടി കൊണ്ടുവന്നത്? ഹാ ഫൂൽ കെ ലിയേ, എന്തിനു വേണ്ടിയിട്ടാണ്? പൂവിന് വേണ്ടിയിട്ടാണ്. ഗുൽമോഹർ കി സുന്ദർ ഫൂൽ കെ ലിയേ. ഓക്കെ, നെക്സ്റ്റ്. जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्करा रहा था, गुलमोहर के विचार क्या क्या होंगे? जैसे ഗുൽമോഹർ ബി അപ്പിനി കഹാനി സുൻത സുൻത, ഗുൽമോഹർ തൻ്റെ കഥ കേട്ട് കേട്ടിട്ട് മുസ്കരാ രഹാത്ത, ചിരിക്കാൻ തുടങ്ങി അല്ലേ, ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഗുൽമോഹർക്ക് വിചാർ ക്യാ ക്യാ ഹോഗെ, ഗുൽമോഹറിൻ്റെ ചിന്ത എന്തായിരുന്നു? എന്ത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഗുൽമോഹർ ചിരിച്ചത് തൻ്റെ കഥ കേട്ടിട്ട്? ഗുൽമോഹർ ബി അപ്പനി കഹാനി, ഗുൽമോഹർ തൻ്റെ സ്വന്തം കഥ സുൻത സുൻത, കേട്ട് കേട്ട് മുസ്കുരാ രഹാത്ത, ചിരിക്കുകയായിരുന്നു. ഗുൽമോഹർക്ക് വിചാർ ക്യാ ക്യാ ഹോങ്കെ, ഗുൽമോഹറിൻ്റെ വിചാരം ചിന്ത എന്തായിരുന്നു? ഗുൽമോഹർ കാ വിചാർ എഴുത്ത, ഗുൽമോഹറിൻ്റെ ചിന്ത ഇതായിരുന്നു, എന്തായിരുന്നു?
അഗർ മുജ്മേ ഫൂൽ നെക്കി മായേത്തോ, ഒരുപക്ഷെ എന്നിൽ പൂക്കളൊന്നും വന്നില്ല എങ്കിൽ മേ ആജ് യഹാം ഹോഗാഹി നഹി, ഞാൻ ഇന്ന് ഇന്ന് യഹാം ഇവിടെ ഹോഗാഹി നഹി ഉണ്ടാവില്ലായിരുന്നു അല്ലേ. യ കഹാനി ബി സുനന നഹീം, ഈ കഥ പോലും ഞാൻ കേൾക്കില്ലായിരുന്നു. യഹ് ഹേ ഗുൽമോഹർ का विचार. ओके, इस पाठ भाग आप सभी को अच्छी तरह मालूम है. बार बार इस पाठ भाग को पढ़ना ज़रूरी है. कोई संदेह है तो मुझसे पूछिए. ओके, आज की कक्षा मैं यहाँ समाप्त करती हूँ. अगले कक्षा में फिर मिलेंगे. धन्यवाद.